ഹല്ലേലൂയ. സ്വത്രം സ്വത്രം സ്വത്രം. നമുക്ക് വേണ്ടി ആ കാൽവറി കർത്താവ് യാഗമായി തീർന്നു. Amen. Hallelujah. He left all his glory. Amen. Came down as a brother. Hallelujah. And hallelujah. Went to the cross and was crucified. Hallelujah. ഹല്ലേലൂയ. സ്വത്രം. Hallelujah. സ്തോത്രം. എബ്രായലേഖനം 2-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്. സഹോദരന്മാരെ പോലെ ഹല്ലേലൂയ നമ്മുടെ സഭയുടെ നടുവിൽ കർത്താവ് നമ്മുടെ കൂടെ കർത്താവും പാടുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്നൊരു വാക്യം അവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ഹീബ്രൂസ് ചാപ്റ്റർ 2 അതിന്റെ 10 മുതൽ വായിക്കുമ്പോൾ 2:10 ഹീബ്രൂ ചാപ്റ്റർ 2:10 സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. For it was fitting for him for whom are all things and through whom are all things, in bringing many sons to glory, to perfect the author of their salvation through suffering. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് എല്ലാം ഒരുവനല്ലോ പിതാവ്. ഹല്ലേലൂയ. ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. For both he who sanctifies and those who are sanctified are all from one Father, for which reason he is not ashamed to call them brethren. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും. I will proclaim your name to my brethren in the midst of the congregation. I will sing your praise. ഞാൻ എൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്ന് വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അവിടെ. ദൂതന്മാരല്ല, കർത്താവിനെ പറ്റി അവിടെ പറയുന്നെന്നാണ് ഈ എബ്രായ ലേഖന കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Amen. Hallelujah. I will proclaim your name to my brethren in the midst of the congregation. I will sing your praise. This is about us. Hallelujah. And the brethren, hallelujah, which who is called, hallelujah, is us, and who calls us is Jesus Christ. നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവും ദൈവവും നമ്മുടെ നടുവിലുണ്ട്. Amen. The Holy Spirit is in our midst. എവിടെ കൂട്ടായ്മയുണ്ടോ അവിടെ ഹല്ലേലൂയ സഭാമധ്യേ ഇറങ്ങി വരുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. I mean, wherever fellowship is there, hallelujah, there in that midst the Holy Spirit will come. അത് എബ്രായ ലേഖന കർത്താവ് കോട്ട് ചെയ്തിരിക്കുന്ന 22-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. I mean, Hebrews in that this verse it is quoted from Psalms 22. ഹല്ലേലൂയ 22 തന്നെയാണ്. 22 verse 22. I mean, from Psalms 22 verse 22 these verse is quoted. ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. I will proclaim your name to my brethren in the midst of the congregation. I will sing your praise. നമുക്കറിയാം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് Psalms 22. We know that Psalms 22 is a Psalms of David. നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദാവീദ് ഹല്ലേലൂയ ദാവീദ് ഈ കഷ്ടമൊക്കെ അനുഭവിച്ചോ ഹല്ലേലൂയ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. I mean, we might when we read we might think whether David suffered all these things. കർത്താവിന്റെ അതേ കഷ്ടതയിൽ കൂടെ കാൽവറി മരണം ഏറ്റെടുത്തില്ലെങ്കിലും ആദ്യകാലങ്ങളിൽ ദാവീദ് വളരെ കഷ്ടതയിൽ കൂടെ കടന്നുപോയ ഒരു ഹല്ലേലൂയ സ്വതന്ത്രം പൈതലായിരുന്നു. Amen. David, hallelujah, even though he was not crucified, hallelujah, he suffered just like Jesus suffered in many trials and temptations. അവനെ ഹല്ലേലൂയ സ്വതന്ത്രം പേരൻസ് പോലും അവന്റെ അപ്പനായ ഹല്ലേലൂയ അപ്പൻ പോലും അവനെ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവനെ കൂടുതൽ കെയർ ചെയ്യാതെ വിട്ട ഒരു ഹല്ലേലൂയ അവസാനത്തെ മകനാണ്. I mean, one of the suffering of David was that his own family, hallelujah, did not consider him as part of theirs. അവന്റെ ഹല്ലേലൂയ 7 മറ്റുള്ള സഹോദരന്മാരിലുള്ള ഒരു ഭാര്യയിൽ നിന്നുള്ളതല്ല, വേറെ ഒരു ഭാര്യയിൽ നിന്നും ഉണ്ടായതാണ് എന്ന് ചരിത്രം പറയുന്നു. അത് ബൈബിളിലില്ല. Amen. Hallelujah. The history says that, hallelujah, David might have been born from another wife for Jesse. Hallelujah. ഹല്ലേലൂയ. ഇവിടെ ഈ സങ്കീർത്തനം ശരിക്കും ആത്മാവിൽ എഴുതിയൊരു സങ്കീർത്തനമാണ് ഈ 22. Psalms 22 is written in the Holy Spirit. ഹല്ലേലൂയ. ഇവിടെ ആദ്യം പറയുന്ന അത് കർത്താവ് കാൽവറിയും ക്രൂശിൽ കിടന്ന് പറയുന്ന വാക്യമാണ്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. I mean, in the first verse it says, my God, why have you forsaken me? ഹല്ലേലൂയ.
എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൽ വാക്കുകൾ കേൾക്കാതെയും എന്നെ നിൽക്കുന്നതെന്ത്? Far from my deliverance are the words of my groaning. These words were, hallelujah, said by Jesus. One of the 7 verses, sentences said by Jesus on the cross. My God, why have you forsaken me? നമ്മളൊരു കാര്യം ഓർക്കണം, പിതാവ് പുത്രനെ forsake ചെയ്യാൻ കാര്യം നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. I mean, for Jesus to be forsaken on the cross by the Father, it was for a reason. The reason is this, that in order to redeem us, he had to forsake his own son. പഴയ നിയമ വാഗ്ദത്തമുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല. ആ വാഗ്ദത്തം ഹല്ലേലൂയ ദൈവമക്കളോടുള്ള വാഗ്ദത്തമാണ്. I mean, in the Old Testament, there was a verse, or there was a promise by the God that, hallelujah, I will never leave you nor forsake you. In order to fulfill it, that was towards the children of Israel or towards us, hallelujah, he had to forsake his own son. വളരെ ഹല്ലേലൂയ പ്രയാസത്തോടെ വളരെ കഷ്ടം അനുഭവിച്ച് ആടുകളെ മേയ്ച്ച് നടന്ന ആളിനെ ഹല്ലേലൂയ നമ്മൾ ഓർക്കണം. ഒരു പ്രവാചകൻ കടന്നു വന്ന് ദൈവം പറഞ്ഞു, ജെസ്സിയുടെ കുടുംബത്തിലുള്ള ഒരു മകനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു രാജാവായി. I mean, we know the story how David got anointed. Hallelujah. Samuel, the prophet, came into their house, and hallelujah. And it was told by God to Samuel that he needs to anoint a son of Jesse. And he came into that house. And ജെസ്സി 7 മക്കളെ മാത്രം, ആദ്യത്തെ ഭാര്യയുടെ 7 എന്നാണ് എനിക്ക് തോന്നുന്നത്, 7 മക്കളെ മാത്രം കൊണ്ടുപോയി നിർത്തി. I mean, when Jesse thought about who needs to be anointed, hallelujah, he put his 7 sons, hallelujah, I mean, in front of the Samuel the prophet, hallelujah. ദൈവം പറഞ്ഞു ഇവരെ 7 വരുമല്ല. I mean, when God saw, he was not pleased with any of the 7. ശമൂവേൽ വീണ്ടും ജെസ്സിയോട് ചോദിച്ചു, ഇനിയും ആരെങ്കിലും നിനക്ക് മക്കളുണ്ടോ? I mean, Samuel the prophet asked Jesse, is there any more sons you have? ജെസ്സിയെ കൊണ്ട് ദൈവം പറയിപ്പിച്ചു ഒരുത്തനോടുണ്ടെന്ന്. I mean, God made Jesse to say that he had one more അവൻ son. കാട്ടിൽ ആടിനെ മേയിക്കുന്നു. I mean, his name was David, and he is the one who is looking after the sheep in the forest, in the എങ്ങനെ wilderness. ദൈവത്തെ സ്തുതിക്കാതിരിക്കും? How would not David praise God for considering him in that state and or in that point of time? നമ്മളും ഹല്ലേലൂയ നമുക്കും കർത്താവും ഒരു ബ്രൈഡായിട്ട് മണവാട്ടിയാക്കുവാനായിട്ട് കർത്താവ് കാൽവറി യാഗമായി തീർന്നു. I mean, to us to become the bride of Jesus Christ. നമ്മൾ എങ്ങനെ കർത്താവിനെ സ്തുതിക്കാതിരിക്കും? God had to die for us. Hallelujah. How much can we not praise and worship him for the position he gave us, even though we were nothing? Hallelujah. He gave us that position. Hallelujah. Even though we were not considered, he considered us and brought us into his life, into his kingdom. ഈ കിരീടം നമുക്ക് കർത്താവ് തരുവാൻ പോകുന്ന മണവാട്ടിയായിട്ട് താൻ ഇരിക്കുന്നിടത്ത് തന്നെ കർത്താവ് നമ്മളെ മണവാട്ടി ഇരുത്തും. കാര്യം ഹല്ലേലൂയ സ്തോത്രം, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് മുമ്പേ പാടിയൊരു പാട്ട് പാടിയത്, വെള്ളത്തിൻ കുമള പോലെ മിന്നി വിളങ്ങുന്ന ഈ ജടീക സുഖങ്ങളൊക്കെ വിട്ട് കർത്താവിലേക്ക് തിരിയുവാൻ പരിശുദ്ധാത്മാവിനെ ലീഡർഷിപ്പിൽ മുന്നോട്ട് പോകുവാൻ പറയുക. I mean, hallelujah. God will give us the kingdom. Hallelujah. God will give us his crowns. Everything he will give us. Hallelujah. But we can lose it by our hallelujah lust or the passions of hallelujah, certain things which we are considering in this world. Hallelujah. That's why the song which we sang, hallelujah, let nothing, hallelujah, lure us away from the love of Christ Jesus. നമ്മൾ ഈ ബബിൾസ് എന്താ പിള്ളേരിങ്ങനെ ഇത് ബബിൾസ് അല്ലേ, അത് വിടുമ്പോൾ നമുക്ക് കാണാം ഒത്തിരി പോകുന്നു, ഇച്ചിരി കഴിയുമ്പോൾ ഇതെല്ലാം പൊട്ടിപ്പോകും. I mean, we know, hallelujah, when we have seen bubbles that is played by kids, like when it goes up, and in a certain point it breaks. That likewise, all the fleeting pleasures of this world are like that, hallelujah. And in one point it will be before us, and another point it will burst, or it will be not seen by our eyes. So let us not put our hope in things that will pass away, but let us put our hope in the one and only Jesus Christ, who has risen from the grave and he stays and lives and is there forever. നമ്മൾ ആ ജഡീക സുഖങ്ങളിൽ പോയാൽ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതം. If we go after our own passions, the Lord, our life will become like the bubble. Hallelujah. It will burst in one point of time. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം, ഈ മണ്ണെ പ്രതി നമ്മൾ മാണിക്കും. ഹല്ലേലൂയ. എവിടെയാ ഞാൻ പിള്ളേരോട് പറയാറുണ്ട്, ഡോണ്ട് ലൂസ്
hallelujah, diamonds for a chocolate. Amen. Hallelujah. For the diamonds, don't lose it. Hallelujah. For don't lose the diamonds for our small chocolates, our small Like a things in worldly life. lust. Hallelujah, sotram. Amen. These chocolates or these small things might be the lust, the passions, the pride, everything. And don't lose it for the huge diamond or the huge treasure which is reserved for us in heaven. ഈ സങ്കീർത്തനം 22:3 വരുമ്പോൾ ആള് മാറി വീണ്ടും ദാവീദ് അങ്ങോട്ട് സ്തുതിക്കുവാൻ തുടങ്ങി. Amen. Hallelujah. In Psalms 22, initially it starts about, hallelujah, the prayers, but after that he starts praising God. 22 അതിന്റെ 3 വായിച്ചാട്ടെ. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനേ. Amen. In 3 it says, yet you are holy, you who are enthroned upon the praises of Israel. നീ പരിശുദ്ധനാകുന്നുവല്ലോ. Amen. Hallelujah. Yet you are holy. ഹല്ലേലൂയ. സ്തുതി എവിടെയുണ്ടോ അവിടെ ദൈവം ഇറങ്ങി വരുന്നവനാണെന്നുള്ള വചനം പറയുന്നു. ഹല്ലേലൂയ. Amen. Wherever praises are there, on that location, on that person, on that point, hallelujah, the presence of heaven, the presence of God will rest or come into that place. 107 സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു, നേരുള്ളവരുടെ സഭയിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന്. 107 സങ്കീർത്തനത്തിലാണെന്നു, അവിടോട്ട് പോകണ്ട. ഹല്ലേലൂയ, സ്തോത്രം. ആ പ്രൈസിന്റെ ഇമ്പോർട്ടൻസ് ആണെന്ന് പറയുന്നത്. ഒന്നാമത്തെ പ്രത്യേകത നേരുള്ളവരുടെ സഭയിലായിരിക്കണം, നേരുള്ളവരുടെ സ്തുതിയായിരിക്കണം. Amen. Hallelujah. The psalmist says that in the midst of the upright, hallelujah, there I shall praise him. Amen. Hallelujah. There are two things. The hallelujah, the congregation should have a people, hallelujah, who are upright, and in that location we should praise him also. Psalms 33 അതിന്റെ 1 പറയുന്നുണ്ട്, അല്ല, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. I mean, sing for joy in the Lord, O you righteous ones. Praise is becoming to the upright. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്ന് നമ്മുടെ ഹൃദയം വേറെ എങ്ങാണ്ട് ഇരുന്നിട്ട് നമ്മൾ വാ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതല്ല ദൈവത്തിന് പ്രസാദകരമായ സ്തുതി. Amen. Hallelujah. After we coming over here and diverting our mind, hallelujah, to other things is not, hallelujah, what it means over here. It means that when we come, hallelujah, we should come with an upright heart, hallelujah, and when we are righteous and when we praise God, in that midst Jesus Christ, God, the presence of the Holy Spirit shall come and dwell. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം സാംസ് 50 പറയുന്നുണ്ട്, അതിന് 14 തോന്നുന്നു, അത് വായിക്കണ്ട. അവിടെയും പറയുന്നത് എന്തുവാണ്? സ്തോത്രയാഗം അർപ്പിക്കുന്നതാണ്. അതൊരു യാഗമാണ് സ്തോത്രം. ഹല്ലേലൂയ. Psalms 50 verses Psalm 50 verses 14 says that, hallelujah. Can anyone read? To the Most High. ഉണ്ടോ? സാക്രിഫൈസ്, പ്രൈസ് ദ. Sacrifice thank offerings to the God. Fulfill your vows to the Most High. ആമേൻ. ഹല്ലേലൂയ. മലയാളത്തിൽ പറയുന്നത് അവിടെ പറയുന്നത് എന്തുവാണ്? സ്തോത്രയാഗം, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. Offer to God a sacrifice of thanksgiving. താങ്ക്സ്ഗിവിംഗ്. സ്തോത്രം. മുമ്പ് ഞാൻ പറഞ്ഞ 111 സങ്കീർത്തനത്തിലാണ് എഴുതിയിരിക്കുന്ന നേരുള്ളവർ സഭയിൽ തുടങ്ങുന്ന എങ്ങനെയാണ്? ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക. അന്നേരം ആ സ്തുതിക്കേണ്ടത് നേരുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. Those who worship should worship with an upright heart and with righteousness. നമ്മൾ നേരുള്ളവരാണെങ്കിൽ നമ്മുടെ സഭയും നേരുള്ള സഭയായിരിക്കും. I mean, if one person is upright, then everyone in the congregation will become upright. ഒരാളല്ല, എല്ലാവരും, ലീഡർ പ്രത്യേകിച്ച്. Amen. Hallelujah. If the leader is upright, everyone will become upright more. ഹല്ലേലൂയ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. For that, let's pray. ഇവിടെ Psalms 22 മടങ്ങി വരാം. അതിന്റെ 3 പറയുന്നത്, ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനല്ലോ. Amen. Hallelujah. Psalms 22 verses 3. Yet you are holy, O you are enthroned upon the praises of Israel. നമ്മൾ പലപ്പോഴും വിടുതൽ ലഭിച്ചതിന് ശേഷം ദൈവത്തെ സ്തുതിക്കാറുണ്ട്. I mean, usually we used to worship or we praise God after we have received some benefits or some blessings or some, hallelujah, deliverance from God. ചിലപ്പോൾ നമ്മൾ ഭയങ്കര സിക്കായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾക്ക് ഹല്ലേലൂയ, അന്നേരം നമ്മൾ
പെട്ടെന്ന് നമുക്കൊരു ഹീലിംഗ് കിട്ടിയപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. Oh, during once, hallelujah, when we were sick, hallelujah, after our sickness, when we got miraculous healing, what we do, we praise Him. എക്സാം എഴുതാൻ പോകുമ്പോൾ ഭയങ്കര ടഫായിരുന്നു, പിന്നെ നമുക്ക് സ്തുതിയൊന്നുമില്ല. പക്ഷെ എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ നോണ്ടോ ഭയങ്കര മാർക്ക്, അന്നേരം ദൈവത്തെ നമ്മൾ സ്തുതിക്കും. I mean, when we are about to write an exam, we feel it's very hard, hallelujah, we feel it's very tough, but after writing the exam, hallelujah, we pass, or we feel it, we are confident we will pass through, then we will praise instead of praising Him in the initial stages. Psalms 107 4 ടൈപ്പ് ഓഫ് വിടുതൽ ലഭിച്ചവര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. Psalms are not 7. 107 ഹല്ലേലൂയ. 107 സങ്കീർത്തനം അതിൻ്റെ 4. അതിൻ്റെ ആദ്യം തുടങ്ങുന്നത് തന്നെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുമെന്നും പറഞ്ഞാണ്, അല്ലേ? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുള്ളത്. ഇനി അതിൻ്റെ അത് നിങ്ങൾക്കറിയാം, അതിൻ്റെ 4 രീതി, 4 different circumstances, 4 scenes, 4 people, 4 type of people. അതാണ് 107 പറയുന്നത്. ഇവിടെ ഇത് ശരിക്കും വളരെ ഈ സാംസ് വെരി പവർഫുൾ ആണ്, വളരെ ബ്ലെസ്സഡ് ആയിട്ടുള്ളൊരു സാംസ് ആണ്. Psalms 107 സേവിയർ ആണ്, നമ്മളെ വീണ്ടെടുക്കുന്ന ഒരു കർത്താവാണ്. Psalms 107 tells about the 4 kinds of people that will praise God. Hallelujah. When we read through the Psalms, we'll understand the 4 kinds of people, and if we are in any of that club, hallelujah, we need to praise, ponder upon that verse and praise Him. അതിന്റെ 8ാമത്തെ വാക്യം പറയുന്നത്, അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലി മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെയും ചൊല്ലി സ്തുതിക്കട്ടെ. Amen. In Psalms 107 verses 8, let them give thanks to the Lord for His loving kindness and for His wonders to the sons of men. രണ്ടാമത്തെ പറയുന്നത്, അവർ നിലവിളിച്ചതിന് ശേഷം, വിടുവിച്ചു കഴിഞ്ഞതിന് ശേഷം 15ാമത്തെ വാക്യത്തിലും അത് തന്നെയാണ് പറയുന്നത്. Amen. And for the second group it is written, hallelujah, what they did in 15, let them give thanks to the Lord for His loving kindness, for His wonders to the sons of men. ഒന്നാമത്തെ വിഷയം, മരുഭൂമിയിൽ അവര് അലഞ്ഞു നടന്നു, അവരെ കർത്താവ് ആ കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചപ്പോൾ അവര് ദൈവ ചൊല്ലിയതായിട്ട് കാണാൻ കഴിയും. I mean, the first group of people were the people who were in the wilderness, and God showed a way to an habitable place where they could live in cities and wells. And likewise in our life also, hallelujah, we were clueless in certain points of time, hallelujah, and when God shows a way, what we should do is that we should praise Him. രണ്ടാമത്തെ ഗ്രൂപ്പ് അവിടെ പറയുന്നത് 9 to 15 പറയുന്നത് ഒരു പ്രിസണേഴ്സ് ആയിരുന്നു, ഡഞ്ചനിലായിരുന്നു എന്ന് അവിടെ കാണുക. I mean, so the second group of people are the group of people who are in bondage, who are prisoned, hallelujah. They might be in different kinds of prison, hallelujah. It might be healing, or it might be, hallelujah, Holy Spirit health issues, or it might be, hallelujah, spiritual, hallelujah, different kinds of, hallelujah, bondages. But when God gives you the deliverance, hallelujah, it is for you to praise Him. Are we in that group? If we are, we ought to praise Him, hallelujah. We should think about it and praise Him. ബന്ധനങ്ങളെ അഴിച്ചു കളഞ്ഞു എന്ന് 14 വായിക്കുവാൻ കഴിയും. Amen. And it said that God broke their chains, hallelujah. It is said in 40, He brought them out of the darkness and the shadow of death and broke their bands apart. Hallelujah. And let God help you, and these days God is going to break certain bands. Hallelujah, Jesus. Amen. It is God who is going to command, hallelujah. When He commands, hallelujah, He will break the bands apart. He will bring you from the darkness into His light, into the light, hallelujah, where we ആ കാൽവരി രക്തത്താൽ വീണ്ടും എടുക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. Amen. Let the blood of Jesus Christ be applied everywhere. Hallelujah. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 16 തൊട്ട് ഹല്ലേലൂയ സ്തോത്രം
അവർ സിക്നെസ് ആയിട്ടുള്ളവരെ പറ്റിയാണ് പറയുന്നത്. ബെഡ് ഇല്ലേ, തേർഡ് ഈസ് ഓൺ ദി ബെഡ്. And the third group of people are the fools because they are the 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. Because of their rebellious ways they got trapped, because of their foolishness, hallelujah, because of their iniquities, hallelujah, because of their sins they are in a bondage, hallelujah. സിക്നെസ് എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ശാരീരികമായ മാത്രമല്ല, ഇമോഷണൽ ആയിട്ടുള്ള, മെന്റൽ ആയിട്ടുള്ള സിക്നെസ് ഉണ്ട്. ഞാൻ പലരെയും കാണാറുണ്ട്, അപ്സ്റ്റേറ്റ് വെച്ച് കാണാറുണ്ട്. പല ആൾക്കാരും അവർക്ക് ശാരീരികമായിട്ടുള്ള അതിനേക്കാൾ അവർക്ക് മാനസികമായ ഡിപ്രഷന്, അങ്ങുള്ളതായ ഇമോഷണൽ ഫിസിക്കൽ സിക്നസ്, അതാണ് അല്ലിയ ഭക്ഷണത്തോട് പോലും വെറുപ്പ് തോന്നിയെന്ന് ഇവിടെ വചനത്തിൽ വായിക്കുവാൻ. I mean, there are people I see, hallelujah, when I go for work, hallelujah, people, hallelujah, even though they are healthy outside, but they are not emotionally strong or emotionally, hallelujah, healthy, hallelujah. I mean, it is written about, hallelujah, the group of people, hallelujah, they are in sickness, hallelujah, and for that sickness the answer is. ഇത് ഈ വാക്യങ്ങളെല്ലാം വരേണ്ടത് എന്നറിയാമോ? അവർ പറയുന്ന വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ 19, അതിൻ്റെ മേളിൽ ഇത് തന്നെയായിരുന്നു. അവരെന്തോ ചെയ്തു? തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ച്, cry out to God with tears. I mean, hallelujah, it is said in 19, hallelujah, the conditions in which these people are, the group of people are in, they ought to cry, hallelujah. And when they cried in their sufferings, what was the answer was? അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. 19, hallelujah. I mean, in 19, then they cried out to the Lord in their trouble, and he saved them, hallelujah, out of their distress. 20 വാക്യത്തിൽ പറയുന്നത് അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. Hallelujah. Glory Jesus. He sent his word and healed them and delivered them from their destructions. ഹല്ലേലൂയ. എല്ലാ ഡിസീസിൽ നിന്നും വെടിപ്പിക്കുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ I സ്തോത്രം. mean, God is the God who deals or he delivers you from all diseases. കർത്താവ് പരസ്യ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിയപ്പോൾ കർത്താവ് ഹല്ലേലൂയ ഈ ഇതുപോലുള്ള ജനങ്ങളെ കണ്ടാണ് മനസ്സിൽ തോന്നി അവരെല്ലാം വിടുവിച്ചത്. Hallelujah. When God, hallelujah, did his open ministry, hallelujah, he saw people of different conditions, hallelujah, different diseases, and what did he do? He healed them, hallelujah. He healed them, hallelujah. Do you believe he can heal you? Hallelujah. മേരി മഗ്ദലം, ഹല്ലേലൂയ, ലെപ്പേർഡ്, ഹല്ലേലൂയ സ്തോത്രം, കുഷ്ഠരോഗികള്, ഹല്ലേലൂയ, ബന്ധനത്തിൽ കിടക്കുന്ന അനേക ജനങ്ങളെ ഹല്ലേലൂയ കർത്താവ് സൗഖ്യമാക്കി. Amen, hallelujah. Jesus delivered the demon possessed. Jesus delivered the lepers. Jesus delivered the blind. Jesus delivered the dumb, hallelujah. Jesus delivered those who are big stricken by heaviness on their back, hallelujah. He can heal everything. അവര് പ്രതീക്ഷിച്ചത് റോമ ഗവൺമെന്റിൽ നിന്നൊരു വിടുതല് പ്രാപിച്ച് മശിഹ വരണമെന്നുള്ള ആഗ്രഹമാണെങ്കിൽ, Amen, hallelujah. They all thought that they want a Messiah. They will come them, give them deliverance, hallelujah, from the Roman Empire which they are physically facing, hallelujah. അവർക്ക് ലോകപ്രകാരമുള്ള ഒരു ഇത് വേണം, മറ്റേ വിടുതൽ വേണ്ട. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന നിന്റെ ആത്മാവിന്റെ വിടുതലാണ്. Amen. And they wanted a political healing or political deliverance, but God was, hallelujah, mindful, hallelujah. God was concerned about their spiritual, hallelujah, deliverance. For that Jesus came and he rose, hallelujah. He walked through the streets and, hallelujah, blessed them, hallelujah, with the healing and shared the word of good news to them. ആരെങ്കിലും ഇന്ന് ഹല്ലേലൂയ സൗഖ്യമില്ലാതിരിക്കുന്നെങ്കിൽ ഇന്ന് കർത്താവ് അതിന്റെ വചനം അയച്ചത് റിസീവ് ചെയ്തതായിട്ട് ദൈവ സൗഖ്യമാക്കുന്ന യഹോവയാണ്. I mean, in 19:20 it says, then they cried to the Lord in their trouble. He saved them out of their distress. He sent his word and healed them and delivered them from their destructions. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. I am the God that healeth. Receive the power. I mean, receive them. Heal in the name of Jesus. Receive it in the name of Jesus.
പരിഹരമുള്ള favor. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉറബബബബബബ മുഴുമഹത്. നമ്മുടെ അകൃത്യങ്ങളെല്ലാം Amen. Glory. നമ്മുടെ രോഗങ്ങളെല്ലാം കർത്താവ് കാൽവറിയിലേക്ക് കൗടകഥ. He carried away all our sins and our diseases on the Calvary. What happened when we cried to the Lord? What happened to our iniquities? What happened to our transgressions? What happened to our sins? It was all carried by Jesus Christ. It was carried by Jesus Christ to the cross. To the cross. To the cross. Hallelujah. It was all carried up. Hallelujah. And we don't have to carry it. Hallelujah. We don't have to carry it. Hallelujah. അക്ഷരികളെ മൂടുതാറ് ചൂടക്കൗടോ Shiba ശാരതി കറൗടോ റാനതി കറൗടതാറ് ചൂടക്കൗടോ. Right now. Right now. Ramadara judaba raganadara judakaudo. Break in the mighty name of Jesus. Holy Spirit, Holy Spirit. Break all bondages. Holy Spirit, Holy Spirit. Urama shama ragadara Spirit, Holy Spirit. judakaudo. Oh, rabba, 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 Urama rabba, rabba. ragadara Oh, jurare rabba, rabba, baudo. rabba, shabba, rabba, 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 rabba. Urama ragadala judabo ragino. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യേശു ക്രിസ്തു നാമത്തിൽ നസറേയനായ നാമത്തിൽ അഴിക്കുന്നു. യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമം വാഴട്ടെ വാഴട്ടെ. Yes, Lord. Rabba, rabba, rabba. Rain on us. Oh, saraba, shabba. ഉറമദര ദുരാര ബൗഡോ. Rabba, rabba, shabba. Oh, rabba, 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 shabba. കർത്താവേ, ഞങ്ങളെ കൈവിടുന്ന ഒരു ദൈവമല്ല. Amen. ദുരമറകനദാര ജൂഡക്കൗഡോ. ഇനി അടുത്ത ഹല്ലേലൂയ. Yes, Lord. Holy Spirit, Holy Spirit. Hallelujah. Anoint, Lord. Anoint, Lord. Manifest the Holy Spirit. Hallelujah. യേശുവിന്റെ നാമത്തിൽ. സാംസ് 22 ആണ് നമ്മൾ തുടങ്ങിയെങ്കിലും ഇതിൻ്റെ അവസാനത്തെ 4-ാമത്തെ കൂടെ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ധ്യാനിക്കാം. 4th situation, ഹല്ലേലൂയ സ്തോത്രം. That is a dangerous. You can see from 23 to 31 dangerous situations ആണ് സാംസ് അതിൻ്റെ 107 കാണുവാൻ കഴിയുന്നത്. Amen. Hallelujah. Psalms 22, 23. അതിൻ്റെ 107. Hallelujah. 22 to 31 states the fourth group of people. It's a dangerous situation. These people are in dangerous situations because they have gone out to do business or work. Hallelujah. Stotram. Hallelujah. അവര് കപ്പൽ യാത്രയിലാണെന്ന്. സമുദ്രത്തിൽ ഓടിയവർ, സമുദ്രത്തിൽ ഓടിയവർ, വ്യാപാരം ചെയ്തവർ, Yeah. അവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവന്റെ അത്ഭുതങ്ങളെയും കണ്ടു. Amen. അവൻ കൽപ്പിച്ചു, കൊടുങ്കാറ്റടിപ്പിച്ചു. Those who go down in the sea in ships, who do business on great waters, they have seen the works of the Lord and his wonders in the deep. But he spoke and raised up a stormy wind which lifted up the waves of the seas. And 26 വായിച്ചോട്ടെ. അവൻ ആകാശത്തിലേക്ക് ഉയർന്നു, വീണ്ടും ആഴത്തിലേക്ക് താണു. അവരുടെ പ്രാണൻ കഷ്ടത്തിൽ ഉരുകിപ്പോയി. അവൻ മത്തനെ പോലെ തുള്ളി ചാഞ്ചാടി നടന്നു. They rose up in the heavens, they went down in the depths. Their soul melted away in their misery. നമ്മുടെ കുടുംബങ്ങൾ, ചില കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെയുള്ളതായ പല സ്റ്റോം ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ യു മേ ബി ഹല്ലേലൂയ, യു ആർ ഇൻ ദി സ്റ്റോം ഓഫ് ദി സീ ആൻഡ് യു ആർ ഇൻ ഡേഞ്ചറസ്. പല കുടുംബങ്ങളിലും ഹല്ലേലൂയ ചില സ്റ്റോമുകൾ അടിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. Amen. Hallelujah. For families in the fourth group, it is regarding, hallelujah, our livelihood, our needs. Hallelujah. When a storm hits a family, hallelujah, certain changes happen. Hallelujah. Amen. Hallelujah. We cry upon the Lord. Hallelujah. Stotram. ഒരു സമാധാനവും ഇല്ല കുടുംബത്തില്. കൊടുങ്കാറ്റ് പോലെ ഓരോ വിഷയങ്ങൾ കയറുക. ഹല്ലേലൂയ സ്തോത്രം. പണപരമായ വിഷയങ്ങള്. I mean, there are storms that affect, hallelujah, leads to unrest, hallelujah. There will be no peace, hallelujah. I mean, hallelujah. Spiritual troubles. I mean, there will be spiritual troubles. ചില മാനസിക രോഗങ്ങൾ.
There will be mental issues. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഒരു സ്റ്റോം പോലെ അല്ലെങ്കിൽ തിരമാല പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. Amen. Hallelujah. When a storm affects, hallelujah, a ship, it wavers that. Likewise, when a storm, hallelujah, of troubles affect a family, hallelujah, it really shakes up the family, hallelujah. ഒരു കാര്യം അറിയണം, ഇത് ഉണ്ടാകുമ്പോൾ നമ്മൾ നിലവിളിക്കേണ്ടത് മനുഷ്യരോടല്ല, കർത്താവിനോട് നിലവിളിക്കണം, കണ്ണുനീരോടെ നിലവിളിക്കണം. അതാണ് ഇതിന്റെ 28 പറയുന്നത്. 28 ഒന്ന് വായിച്ചാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. Cried to the Lord in their trouble, and he brought them out of their distress. യേശുവിന്റെ അവർ നാമത്തിൽ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കത്തിൽ നിന്നും വിടുവിച്ചു. Amen. ഹല്ലേലൂയ. കണ്ടോ, cry out, to learn to cry out to Lord with tears. നമ്മൾ അത് ശരിക്കും കണ്ണുനീരോടെ ദൈവത്തെ സ്തുതിക്കണം. Amen. Hallelujah. In all the 4 cases, hallelujah, for the group of people, hallelujah, the thing that is mentioned is cry out. Hallelujah. We need to cry out. If we are in any kind of situation like this, we need to cry out, not to men, but to God. Hallelujah. Who hears all our cries and tears. ഹല്ലേലൂയ. നമുക്ക് സാംസ് 22 മടങ്ങി വരാം. ഇതിനൊക്കെ വിടുവിക്കാൻ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്ന് വിടുവിപ്പാൻ നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ കൈവിട്ടു പിതാവ്. Amen. And in order to deliver us from all this situation, God was capable. And in order that to fulfill it, hallelujah, he had to forsake his own son. അവിടെ പറയുന്നുണ്ട്, കർത്താവ് പറയുന്നു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. Amen. 22 verses 1 says, my God, why have you forsaken me? ഇവിടെ നമ്മൾ ഇതിൻ്റെ ഇപ്പം അവസാനത്തെ സീൻ നമ്മൾ 107 സങ്കീർത്തനത്തിന്റെ അവസാനത്തെ ലാസ്റ്റ് സീനിൽ എന്തുവാ, നമ്മുടെ ദൈവം കൈവിടും, നമ്മളെ അബാൻഡൻ ചെയ്യുന്ന ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. In Psalms 107, we understand that God is a God that doesn't abandon us. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, He calms the storm. തിരമാലകളെ അടക്കി, He had rules over the waves and calms them down also. അങ്ങനെ ശാന്തത വന്നുകൊണ്ട് ആ കുടുംബം സന്തോഷിച്ചു, ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സന്തോഷിക്കുവാനിടയായി. Amen. Because of that peace, hallelujah, they were able to reach this business. People were able to reach the shores. Likewise, a family, hallelujah, when it receives the peace of God from above, hallelujah, Hallelujah. it is able to, hallelujah, reach its shores. Hallelujah. It will come back to stability. It will come to normality. Hallelujah. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചുവെന്ന് ഹല്ലേലൂയ ഈ 107 സങ്കീർത്തനത്തിന്റെ അവസാനത്തെ 29ാമത്തെ വാക്യത്തിൽ വായിക്കുവാൻ കഴിയും. Amen. In Psalms 107, the 4th group of people, they started with a purpose, with a goal that they wanted to reach this location. But when the storm arose, hallelujah, they were in fear, they were in trouble, they were very troubled, hallelujah. But God gave them, hallelujah, sent forth his hand, hallelujah. He calmed the storms, and when the storm was calm, they were able to reach the shores which they desired. Likewise, അതിന്റെ 31ാമത്തെ വാക്യത്തിൽ അവർ 4ാമത്തെ ദൈവത്തെ സ്തുതിക്കുന്നത് എന്തുവാണ്, അവൻ യഹോവയെ അവന്റെ നന്മയും ചൊല്ലിയും മനുഷ്യപുത്രന്മാരെ ചെയ്ത അത്ഭുതങ്ങളെയും ചൊല്ലി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Amen. Hallelujah. 107 verses. 31 says, let them give thanks to the Lord for his loving kindness and for his wonders to the Son of Men. Let them extol him also in the congregation of the people and praise him at the seat of the elders. നമ്മൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് സാംസ് 22-ൽ കർത്താവിന്റെ കാൽവറി മരണത്തെ ധ്യാനിച്ചുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കേണ്ടത്. Amen. Hallelujah. We have come into this presence. Hallelujah. Holy Spirit, pondering upon the life, or pondering upon Jesus Christ, who gave his life and loved us till his death. അതിന്റെ 3 സാംസ് 22:3 പറയുന്നത് വീണ്ടും നമുക്ക് വായിക്കാം. ഇസ്രായേലിന്റെ സ്തുതികൾ മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനല്ലോ. Amen. Hallelujah. In Psalms 22, അതിന്റെ 3, Psalms 22 verses 3, yet you are holy, O you are enthroned upon the praise of Israel. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചും അവർ നിങ്ങൾ ആശ്രയിച്ചും ലജ്ജിച്ചു പോയതുമില്ല. In you our fathers trusted. They trusted and you delivered them. To you they cried out and were delivered.
In you they trusted and were not disappointed. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചത് നമ്മളെ അബാൻഡൻ ചെയ്തില്ല. പിതാവ് അല്പനേരം കർത്താവിനെ അബാൻഡൻ ചെയ്തല്ലേ? Amen. Amen. And while we suffer, hallelujah, we should always ponder like this, like hallelujah. For us, he didn't abandon us. Hallelujah. He was always there to rescue us. Hallelujah. Hallelujah. Even though he forsake his son for a moment. നമ്മളെ Hallelujah. എല്ലാം റെസ്ക്യൂ ചെയ്യാനായിട്ടാണ് കർത്താവ് അവിടെ ഹല്ലേലൂയ സ്തോത്രം ഡിസ്പൈസ് ആയത്. ഹല്ലേലൂയ. Amen. In order to rescue us, in order to deliver us from all these conditions. Hallelujah. Jesus Christ was forsaken on the cross. Jesus Christ suffered on the cross. ഇവിടെ ദാവീദ് Hallelujah. ഹല്ലേലൂയ സ്തോത്രം കഷ്ടം ഒക്കെ അനുഭവിച്ച ഒക്കെ എങ്കിലും ദാവീദ് യേശുവിനെ പറ്റിയാണ് പ്രവചിക്കുന്നത്. Amen. Hallelujah. When David wrote the Psalms, he was prophesying about Jesus. Hallelujah. കാര്യം അവിടെ അതിന്റെ 16 പറയുന്നുണ്ടോ, അവർ എൻ്റെ കൈകളെ, അതിന്റെ 16 പറയുന്നത്, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളൊക്കെ എനിക്ക് എണ്ണാം, അവർ എന്നെ എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്ത്. 18 എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. I mean, in 17 it says, in 16, "For dogs have surrounded me, a band of evildoers have encompassed me. They pierce my hands and my feet. I can count all my bones. They look, they stare at me. They divide my garments among them, and for my clothing they cast lot." ഇത് ദാവീദിന്റെ കാലം എന്ന് പറയുമ്പോൾ BC 1022-23 ആ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പം യേശുക്രിസ്തു ജനിക്കുന്നതിന് 1000 വർഷം മുമ്പാണ് ഇത് പ്രവചിച്ചിരിക്കുന്നത്. I mean, these psalms were written 1000 years before Jesus came onto this earth. Hallelujah. Amen. Hallelujah. എന്നിട്ട് അവസാനം വീണ്ടും അത് 22 പറയുന്നത്, അതിനുശേഷം സഭയാക്കിയതിന് ശേഷം ആ സഭയുടെ കൂടെ കർത്താവ് ഉണ്ടെന്നുള്ളതാണ് 22 വായിക്കുന്നത്. ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമത്തിയെ ഞാൻ നിന്നെ സ്തുതിക്കും എന്നുള്ളത്. ജീസസ് ഈസ് ഓൾസോ സിംഗ് ടുഡേ വിത്ത് us. Amen. Hallelujah. I mean, Psalms 22, verses 22. "I will tell of your name to my brethren. In the midst of the assembly I will praise you. You who fear the Lord, praise him. All you descendants of Jacob, glorify him and stand in awe of him, all you descendants of Israel." എന്തിനാണ്? പിതാവിന്റെ നാമം മഹത്വത്തിനായി. Amen. Hallelujah. Declaring the Father's name. Both sections got fulfilled in the life of Jesus. Jesus was crucified, he died, but again he rose from the grave and he came back and he stood in the midst of the disciples. He stood in the midst of those who believed him, and they worshipped him, and he declared the greatness. Hallelujah. He declared about hallelujah praises of the Father to their midst. Declare his glory in the midst of the church. Hallelujah. Glory അത് നമ്മൾ അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മുടെ നടുവിൽ വരണം. Hallelujah. I mean, likewise in our life also we have two conditions. We might have a death kind of situation, but there is a resurrection. When we are going to have the resurrection, we should praise him in the midst of the congregation, in the midst of the church, in the midst of the gathering. Hallelujah. In all conditions you should still praise him. Hallelujah. Because there is always a resurrection. നമുക്ക് ഈ ദിവസങ്ങളെ ആരാധിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. Amen. Let's look unto Jesus and worship him. Let's look unto Jesus and worship him. Hallelujah. Because he is the model. He is our role model. ദൂതന്മാര് നമ്മുടെ കൂടെ ആരാധിക്കുന്നത് കാണുവാനിടയായിട്ട് ഹോളി 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 എന്ന് പറഞ്ഞ് നമ്മൾ ദൂതന്മാരും നമ്മൾ ആത്മാവിൽ കണ്ട ദൈവത്തെ ആരാധിപ്പാൻ ഈ ദിവസങ്ങൾ ഇടയാകട്ടെ. Let us worship on like the pattern which is happening in heaven. Hallelujah. The angels says holy holy holy. Let us worship in that pattern. Let us worship as the angels do. They call upon Jesus. Worthy, worthy, worthy. Let us worship in that pattern. Hallelujah. In order to we need the Holy Spirit. Holy Spirit. Hallelujah. There is no other patterns, only the pattern of heaven that stands long. Hallelujah. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. Let by these words God bless you. നമുക്ക് ഹല്ലേലൂയ. ബാക്കിയുള്ള സമയം നമുക്ക് പ്രബോധനത്തിനും അതിനുള്ള സമയമുണ്ട്. അതിനായിട്ട് നമ്മളെ വേർതിരിക്കാം. Amen. Now is the time to share from the word of God, a word of exhortation, word of hope. Hallelujah. Edification for the church. Anyone can come forward and share. Amen.